പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അത് റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് ഇടാം. എന്താ? അത് മതി, അത് മതി. ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുക്കും ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി നിന്ന്. ആദ്യത്തെ ചോദ്യം, എരികോ മതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയിലും എപ്പോഴും മതിലേക്കിടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചോ. റോയ്മോൻ അങ്ങനെ വശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് അവൻ. ഇനി അഥവാ അവൻ അതിനെല്ലാം തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി അന്ന് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിൽ. അതുപോട്ടെ, ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മമ്മി കൊണ്ടില്ല, വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം. നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നത്? എന്തായാലും ഇത്രയായി. ഇനി മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്നും എരീഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷ്യൂ മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തി